എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ യാത്ര നാടുകാണി ചുരം എത്തി നിൽക്കുകയാണ്. ലക്ഷ്യം മസിനഗുഡി എത്തുക എന്നുള്ളതാണ്. അങ്ങനെ നാടുകാണി ചുരമെല്ലാം കയറി ഞാൻ ഗൂഡല്ലൂർ ടൗൺ എത്തി. ഗൂഡല്ലൂർ ടൗണിൽ നിന്നും മുതുമല റോഡിലോട്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നു. യാത്രയിൽ ഉടനീളം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാടുകാണി ചുരത്തിൽ നല്ല കോടമഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞാനിപ്പോൾ മുതുമല ടൈഗർ റിസർവിന് അകത്തോട്ട് പ്രവേശിച്ചു. മുതുമല ടൈഗർ റിസർവിന് അകത്തോട്ട് പ്രവേശിച്ച് കുറച്ച് ദൂരം ചെന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് റോഡരികിൽ നിന്ന് മേയുന്ന ഒരു കുട്ടിക്കൊമ്പനെയാണ്. പുള്ളി റോഡിലൂടെ പോകുന്ന ആരെയും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ കുടവയർ നിറക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ്. അങ്ങനെ കുറച്ചു നേരം അദ്ദേഹത്തിന്റെ ഫുട്ടേജ് എല്ലാം ഷൂട്ട് ചെയ്തതിനു ശേഷം ഞാൻ എൻ്റെ യാത്ര മുന്നോട്ട് തുടർന്നു. മുതുമല ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റിനകത്ത് നമുക്ക് വാഹനം നിർത്താനോ ഷൂട്ട് ചെയ്യാനോ ഉള്ള പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അധിക നേരം അവിടെ സ്പെൻഡ് ചെയ്യാതെ എൻ്റെ യാത്ര വീണ്ടും ഞാൻ മുന്നോട്ട് തുടർന്നു. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ ഭീമാകാരനായ മറ്റൊരു കൊമ്പൻ. അദ്ദേഹം കാടിനകത്തായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഫുട്ടേജ് പകർത്താൻ സാധിച്ചില്ല. എങ്കിലും കാഴ്ചക്ക് അത്രയും ഭംഗി നൽകുന്ന അകാര ഭംഗിയുള്ള ഒരു വലിയ ആന തന്നെയായിരുന്നു. അങ്ങനെ കാടിൻ്റെയും ആനകളുടെയും ഭംഗിയെല്ലാം ആസ്വദിച്ച് എൻ്റെ യാത്ര ഞാനിപ്പോൾ തെപ്പക്കാട് ക്യാൻറ്റീനിൽ എത്തി നിൽക്കുന്നു. തെപ്പക്കാട് ക്യാൻറ്റീനിൽ നല്ല ചായ ലഭിക്കാറുണ്ട്. എല്ലായ്പ്പോഴും ഈ വഴി വരുമ്പോൾ ഇവിടുന്ന് ഒരു ചായ കുടിക്കുന്നത് പതിവാണ്. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് എൻ്റെ യാത്ര ഞാൻ തെപ്പക്കാട് ബ്രിഡ്ജിൽ നിന്നും മസിനഗുഡി റോഡ് ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തുടർന്നു. ഇതുവരെ വന്ന 2 വരിപ്പാത മാറി ഇപ്പോൾ ഒറ്റ വരിപ്പാതയായിരിക്കുന്നു. ഈ ഒരു ഒറ്റ വരിപ്പാതയിലൂടെ മസിനഗുഡി റോഡിലൂടെയുള്ള ഈ യാത്ര അത് ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. മസിനഗുഡി സീ ലെവലിൽ നിന്നും ഏകദേശം 950 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ മലയോര ഗ്രാമം. മുതുമല ടൈഗർ റിസർവിൻ്റെ ബഫർ സോണിലാണ് ഈ ഒരു മസിനഗുഡി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ആദ്യമായി മസിനഗുഡി കാണുന്നത് 2010 കാലഘട്ടത്തിലാണ്. വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത എൻ്റെ യാത്രകളിൽ ഞാൻ എത്തിപ്പെട്ട അതിമനോഹരമായ ഒരു ഗ്രാമം. ഞാൻ ആദ്യമായി മസിനഗുഡി കാണുമ്പോഴുള്ള അതേ അനുഭൂതി എനിക്ക് ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. സഞ്ചാരികൾക്ക് ഒരിക്കൽ പോലും ആവർത്തന വിരസത തരാത്ത അതിമനോഹരമായൊരിടം. മസിനഗുഡി എത്തിക്കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പോകാറുള്ള 2 ഇടമായിരിക്കുമല്ലോ, സിംഗാരയും മോയാർ ഡാമും. ഇത്തവണ സിംഗാര റൂട്ടിലോട്ട് ഞാൻ യാത്ര തുടർന്നില്ല. പകരം മോയാർ ഡാം ഒന്ന് കണ്ടുവരാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ മോയാർ എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമത്തിലോട്ട് ഞാൻ പ്രവേശിച്ചു. മോയാറിൽ എനിക്ക് പണ്ടത്തെ പോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. എങ്കിലും ഡാമിന് ചുറ്റും കമ്പിവേലികൾ കൊണ്ട് മതിലുകൾ തീർത്തിരിക്കുന്നു. സഞ്ചാരികൾ ഇതുവഴി വന്ന് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനായിരിക്കാം ഈ ഒരു കമ്പിവേലി. മുൻപ് വന്ന എല്ലാവർക്കും അതറിയാമായിരിക്കും. ഇവിടെ വന്നാൽ നമുക്ക് സാധാരണ മോയാർ ഡാമിന് ചുറ്റും നടക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. എന്തായാലും മോയാർ ഡാമിൻ്റെ ഈ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ച് കുറച്ചു നേരം ഡാമിൻ്റെ റിസർവോയറിന് തൊട്ടരികിൽ നിന്ന് വിശ്രമിച്ചതിന് ശേഷം വീണ്ടും തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് എൻ്റെ യാത്ര ഞാൻ തുടർന്നു. പതിവിലും ശക്തമായ കാറ്റുണ്ടായിരുന്നു മോയാർ ഡാമിനരികിൽ. മോയാറിൽ നിന്നും തിരിച്ച് മസിനഗുഡി എത്തുന്നതിന് മുമ്പ് വിഭൂതിമല മുരുക ടെമ്പിളിൻ്റെ ഒരു ദൂരക്കാഴ്ച കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ടെലിലെൻസ് എടുത്ത് ചെറിയൊരു ഫുട്ടേജ് പകർത്തി. ശക്തമായ കാറ്റും നല്ല വെയിലും ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ക്ലിയർ പിക്ചർ എനിക്ക് ലഭിച്ചില്ല. അങ്ങനെ അവിടെ നിന്നും തിരിച്ച് തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പിലെത്തി. എലിഫന്റ് ക്യാമ്പിന് തൊട്ടു മുമ്പുള്ള സഫാരി സെൻറ്ററിൽ കണ്ടപ്പോൾ ഒരു മോഹം ഒരു സഫാരി എടുത്തു കളയാം. അങ്ങനെ ഞങ്ങൾ ഒരു ബസ് സഫാരി എടുത്തു. 340 രൂപയായിരുന്നു പെർ ഹെഡ്. ക്യാമറയ്ക്ക് ഒരു 58 രൂപയോ അങ്ങനെ എന്തോ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. എന്തായാലും മുതുമല ടൈഗർ റിസർവിനകത്തുള്ള സഫാരിയുടെ ഒരു പ്രോബ്ലം എന്തെന്നാൽ 1 മണിക്കൂറാണ് അതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ ഫോട്ടോഗ്രാഫി ലക്ഷ്യം വെച്ച് വരുന്ന എല്ലാവരും തന്നെ 2-3 സഫാരി എടുത്താലാണ് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ സാധിക്കുക. അങ്ങനെ കാട്ടിലൂടെ പ്രവേശിച്ചു. ആദ്യം തന്നെ കാണാൻ സാധിച്ചത് ഈ ഒരു ബ്രൗൺ ഫിഷ് ഔളിനെയാണ്. പുള്ളി കാര്യമായി എന്തോ തിരച്ചിലാണ്. സാധാരണ ഇവയെ അങ്ങനെ ഒറ്റയ്ക്ക് കാണാറില്ല. അവയുടെ ഇണ അവിടെ എവിടെയെങ്കിലും പരിസരത്തുണ്ടാവാറുണ്ട്. ഞങ്ങൾ കുറച്ച് തേടിയെങ്കിലും കാണാൻ സാധിച്ചില്ല. രാത്രികാലങ്ങളിലാണ് ഇവയുടെ മെയിൻ ഇരപിടുത്തം. മീനാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. 2 ദിവസം മുൻപ് വന്നിരുന്ന എല്ലാവർക്കും തന്നെ ടൈഗർ സൈറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാണ് ബസ് ഡ്രൈവറായ ചേട്ടൻ പറഞ്ഞത്. അടുത്തതായി കുറച്ച് മാൻകൂട്ടങ്ങളാണ്. ഇവയെ ഈ കാടിനകത്ത് കാണുന്നത് ഒരു പ്രത്യേക അഴക് തന്നെയാണ്. വലിയ കൊമ്പുള്ള ഒരു നല്ല കലമാനെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കുറച്ചു നേരം
വാഹനം ഒന്ന് നിർത്താൻ പറഞ്ഞു. അദ്ദേഹം വലിയ രീതിയിൽ നമ്മളോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം കാടിനെക്കുറിച്ചുള്ള പല അറിവുകളും നമുക്ക് പകർന്നു നൽകുകയും ചെയ്തു. കുറച്ചും കൂടി ദൂരം ചെന്നപ്പോൾ അതാ ഒരു മയില് ഒരു മരത്തിന് മുകളിലിരിക്കുന്നു. എല്ലാവർക്കും തന്നെ വളരെ കൗതുകം തോന്നിയൊരു കാഴ്ചയായിരുന്നു. സാധാരണ നമ്മൾ നാട്ടിലെല്ലാവരും മയിലിനെ കാണുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാടുകളിൽ മയിലിനെ കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഏകദേശം ഒരു 100 മീറ്ററിനപ്പുറം ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ബൗണ്ടറി ആണെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. എന്തായാലും ഇത്തവണ വലിയ സൈറ്റിങ്സ് ഒന്നും എനിക്ക് കാട്ടിൽ നിന്നും ലഭിച്ചില്ല. സഫാരിക്ക് അകത്തുള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള അനിമൽ സൈറ്റിംഗ് എനിക്ക് ലഭിച്ചത് പുറത്താണ്. എന്തായാലും നമ്മുടെ സഫാരി ഏറെക്കുറെ അവസാനിക്കാനായി. കഷ്ടി 50 മിനിറ്റോളം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏകദേശം ഒരു 10 മിനിറ്റുമാണ് മാത്രം ദൈർഘ്യം ബാക്കിയുള്ളൂ. അപ്പോൾ സഫാരിയുടെ നിരാശ നികത്താൻ വേണ്ടി എന്തായാലും എലിഫന്റ് ക്യാമ്പ് ഒന്ന് കണ്ട് സന്ദർശിച്ചു വരാം എന്ന് തീരുമാനിച്ചു. ഇവിടെ നിന്നും സഫാരിക്കായി ടിക്കറ്റ് എടുത്ത എല്ലാവർക്കും തന്നെ എലിഫന്റ് ക്യാമ്പിന് അകത്തോട്ടുള്ള പ്രവേശനം സൗജന്യമാണ്. 5:30 മണിക്കാണ് ഗേറ്റ് തുറക്കുക. അതിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. അങ്ങനെ എലിഫന്റ് ക്യാമ്പിന് അകത്തോട്ട് പ്രവേശിച്ചു. ഓരോ ആനകളെയായി അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് അതിൻ്റെ പാപ്പാന്മാർ. ഒരുപാട് കാലമായി ഇതുവഴി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഞാൻ ആദ്യമായിട്ടാണ് എലിഫന്റ് ക്യാമ്പിനകത്തോട്ട് പ്രവേശിക്കുന്നത്. എന്തായാലും കയറി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇതുവഴി പോകുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇത്. അത്രയ്ക്ക് മനോഹരമാണ് ഇതിനകത്തുള്ള കാഴ്ച. പ്രധാനമായും ഈ ആനകളെ ഊട്ടുന്നത് കാണുക എന്നുള്ളത് ഒരു വല്ലാത്ത അനുഭവം തന്നെ. ആനകളെ കൊടുന്നു നിർത്തുന്ന സ്ഥലത്ത് എല്ലാ ആനകൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ അവരുടെ പേരുകളും എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനിടെ ഇവർ തമ്മിലുള്ള പരസ്പര സ്നേഹവും നമുക്കിവിടെ കാണാം. പുല്ല് പറിച്ചെടുക്കാൻ പറ്റാത്ത ചെറിയ ആനക്കുട്ടിക്ക് വലിയ ആന പുല്ല് പറിച്ചു നൽകുന്നത്. ഇവിടെ വന്ന അപ്പോൾ മുതലുള്ള ഒരു കൗതുകകരമായൊരു കാഴ്ചയായിരുന്നു ഇവൻ. പുള്ളിക്കാരൻ നല്ല ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ മാത്രമല്ല, എല്ലാവർക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പോസുകളുണ്ട്. എല്ലാവരും വളരെ കൗതുകത്തോടു കൂടിയാണ് അത് നോക്കിക്കണ്ടിരുന്നത്. ഇദ്ദേഹം ഈ നിപ്പായിരുന്നു എലിഫന്റ് ക്യാമ്പിനകത്തോട്ട് പ്രവേശിച്ച അപ്പം മുതൽ. അതിന് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു പിടിയാന, പുള്ളിക്കാരി ഇതേ നിൽപ്പായിരുന്നു. വല്ലാത്തൊരു കാഴ്ചകൾ തന്നെയാണ് ഇതിനകത്തുള്ള കാഴ്ചകൾ. ഇത്രയും ഫുഡാണ് ഇവർക്ക് ഓരോ ആനകൾക്കായി ഇവർ കൊടുക്കുന്നത്. ഓരോ ആനകൾക്കും അവരവരുടെ പേര് എഴുതി വെച്ച് അത്രയും ഫുഡ് തന്നെ അവർ വളരെ ഭംഗിയായി സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡ് നൽകാനായുള്ള മണി അടിച്ചു. എല്ലാ ആനകളും ആ മണി കേട്ട അപ്പം മുതൽ അവരുടെ വായ തുറന്നു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ തവണകളായി ഓരോ പാപ്പാന്മാർ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഓരോരുത്തർക്കായി നൽകൽ തുടങ്ങി. അതിൻ്റെ ഫൂട്ടേജസ് എടുക്കുന്ന തിരക്കിലാണ് യാത്രക്കാരായിട്ടുള്ള എല്ലാവരും തന്നെ. മുതുമല ടൈഗർ റിസർവിന് അകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ എലിഫന്റ് ക്യാമ്പ് ഏഷ്യയിലെ തന്നെ ഏറ്റവും പുരാതന എലിഫന്റ് ക്യാമ്പുകളിൽ ഒന്നാണ്. 1910 ഇത് സ്ഥാപിതമായത്. ആ കാലഘട്ടങ്ങളിൽ മരത്തടി വ്യാപാരികൾ ഉപയോഗിച്ചിരുന്ന ആനകൾക്കുള്ള താവളമായിരുന്നു ഇവിടം. എലിഫന്റ് ക്യാമ്പിനകത്തോട്ടുള്ള പ്രവേശന സമയം രാവിലെ 8:30 to 9 മണിയും വൈകുന്നേരം 5:30 to 6 മണി വരെയുമാണ്. ഇതിനകത്തോട്ടുള്ള പ്രവേശനത്തിന് പ്രായപൂർത്തിയായവർ 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയും നൽകേണ്ടതുണ്ട്. അങ്ങനെ എലിഫന്റ് ക്യാമ്പിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അവിടെ നിന്നും തിരിച്ചു വീട് ലക്ഷ്യം വച്ചുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നു. പോകുന്ന വഴിയിൽ കഷ്ടി ഒരു 6:30 സമയം അടുത്തിരിക്കുന്നു. ഒരു ആന റോഡരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എൻ്റെ യാത്രാവിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും നന്ദി.